പാടില്ല എന്ന് പേർത്തും ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. ഇന്നത്തെ ദേശീയ മുഹൂർത്തം എന്താണ്? കരിനിയമങ്ങളുടെ കഴുകൻ കണ്ണുകൾക്ക് കീഴെ നിൽക്കുന്ന ഒരു രാജ്യം, പ്രച്ഛന്നമായ ഒരടിയന്തരാവസ്ഥയുടെ ആസന്നമായ സാധ്യതകളെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. അതിനുമപ്പുറത്ത് നീതിക്കായി പൊരുതുന്ന മനുഷ്യരുടെ രക്തം കൊണ്ട് പങ്കിലമാക്കപ്പെട്ട ഒരു ദേശീയ മുഹൂർത്തത്തിലൂടെ നാമൊക്കെ കടന്നു പോകുകയാണ്. അതുകൊണ്ട് എല്ലാ സുൽത്താൻമാരും ഓർമ്മയിരിക്കട്ടെ, എല്ലാ സുൽത്താൻമാരും വെളിച്ചം കിടക്കാത്ത ഗുഹകളിലൂടെ ഒളിച്ചോടും എന്ന് കടമരുത്ത പറഞ്ഞതിനെ സാർത്ഥകമാക്കുന്ന ചരിത്രത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എവിടെയാണ് ലക്ഷ്മണ? തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ലക്ഷ്മണ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ പാലകിട്ടപിള്ളയാണ് ഉണ്ടായിരുന്നു. ഓർക്കണം, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സന്ദർഭം. അതുകൊണ്ട് നാം മറക്കുന്നില്ല, ഒരു പോരാട്ടവും വ്യർത്ഥമാകുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. രാജ്യത്ത് മുഴുവൻ സ്ഥലങ്ങളിലും വൻപിച്ച പ്രക്ഷോഭങ്ങളുടെ, ബഹുസഹസ്രം ജനങ്ങളുടെ ഇരമ്പിയേർക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുക. അവിടെ തണ്ടർ ബോൾട്ടുകൾക്ക് സ്ഥാനമില്ല. ആ പ്രക്ഷോഭങ്ങളിൽ ഡൽഹിയിലെ ചെങ്കോട്ടയും സൗധങ്ങളും ഇടിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ഒരു ബഹുജന മുന്നേറ്റത്തിലേക്ക് രാജ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഓർക്കണം, നിങ്ങളുടെ തോക്കുകൾ കൊണ്ട് ഈ ശബ്ദങ്ങളെ അടിച്ചമർത്താനാവില്ല. 1871 ധീരന്മാരായ കമ്മ്യൂണാളുകളെ വെടിവെച്ച് വീഴ്ത്തി അവരുടെ സമശരീരങ്ങളെ ഒഴിച്ചുമൂടി അന്ന് മുതലാളിത്തം വിളിച്ചു പറഞ്ഞു, ദാ നോക്കൂ കമ്മ്യൂണിസ്റ്റുകാർ, ദാ തൊഴിലാളികൾ, ബന്ധുക്കൾ, അവർക്ക് എന്ത് വേണം? അധികാരം വേണം പോലും. ഞങ്ങൾ ഈ കമ്മ്യൂണിസത്തെ ഇതാ പാരീസിൽ കുഴിച്ചു മൂടിയിരിക്കുന്നു. 15 വർഷം കഴിഞ്ഞു. ആയിരക്കണക്കിന് മൈലുകൾ അകലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ തൊഴിലാളി വർഗം ഉയർത്തുന്നതിലേക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച ധീരരായ തൊഴിലാളി നേതാക്കളെ തൂക്കിലേറ്റി മുതലാളിമാർ വിളിച്ചു പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരം വേണം. താ കിടക്കുന്നു, തോന്നിക്കിടക്കുന്നു. മാർസിനെയും മാനുവലിനെയും ലൂയി ഏംഗലിനെയും അവർ തൂക്കിക്കൊന്നു. കൊല്ലാൻ നേരത്ത് മാർസൻ വിളിച്ചു പറഞ്ഞു, മുതലാളിമാരെ നോക്കണം, നിങ്ങൾ ഞങ്ങളുടെ കഴുത്തുകളെ ഞെരിച്ചമർത്തുകയാണ്, ശബ്ദത്തെ ഞെരിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിവിടെ തീരുന്നില്ല. ഞങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഈ ശബ്ദം പുറപ്പെട്ടിരിക്കുന്നു. ഇത് അമേരിക്ക കീഴടക്കും. ഇത് ശാന്തസമുദ്രവും അറ്റ്ലാന്റിക്കും കടന്നു പോകുക തന്നെ ചെയ്യും. ചരിത്രത്തിന്റെ ഗതി അതാണ്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ലോകം പിടിച്ചു കുലുക്കിയ 10 ദിനങ്ങളിലൂടെ തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുത്തത്. അതുകൊണ്ട് ഈ ചരിത്രത്തിന്റെ മഹാപ്രവാഹത്തിലെ ഒരു കണ്ണിയാണ്, ഈ ചരിത്രത്തിലെ ധീരന്മാരുടെ പരമ്പരയിലെ ഉന്നതമായ ഒരു നേതൃത്വത്തെയാണ് സഖാവ് വർഗീസ് പ്രതിനിധീകരിക്കുന്നത്. സഖാവ് വർഗീസിന്റെ രക്തസാക്ഷിത്വം കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ അപൂർവ രക്തസാക്ഷിത്വങ്ങളിൽ ഒന്നാണെന്ന് കൂടി നാം അറിയുന്നു. അതിനുശേഷം നമ്മുടെ ജനാധിപത്യ ബോധത്തെ അങ്ങേയറ്റം തീക്ഷ്ണമായി ജ്വലിപ്പിച്ച രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് സഖാവ് രാജന്റെ രക്തസാക്ഷിത്വം. അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യത്തിന്റെ എല്ലാ വെളിച്ചങ്ങളെയും ഊതിക്കെടുത്തിയ ഒരു സന്ദർഭം. ആ സന്ദർഭത്തില് ഇതേപോലുള്ള മർദ്ദക വാഴ്ചയെ നടന്നപ്പോൾ മർദ്ദകനായ ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഡിവൈഎസ്പിയെ വിലങ്ങിട്ട കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് തന്റെ മുൻപിലുള്ള ജീപ്പിന് മുന്നിലുള്ള പെട്രോൾ ടിന്നിൽ തീ കൊളുത്തി ആത്മാഹൂതി ചെയ്ത് ജ്വലിക്കുന്ന തീനാളത്തോടൊപ്പം അടിയന്തരാവസ്ഥയുടെ ഇരുട്ടിനെ സ്വന്തം നെഞ്ചിന്റെ ചോര കൊണ്ട്, സ്വന്തം ആത്മാവിന്റെ ചിത കൊണ്ട് ജ്വലിപ്പിച്ച സഖാവ് അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ. തീർച്ചയായും ചരിത്രം അവസാനിക്കുന്നില്ല. അത് പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പഴയ കാലമല്ല, 1970 എന്ന് സഖാവ് വർഗീസിന്റെ പിന്മുറക്കാരും വീണ്ടും ഒരിക്കൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെ മാനവികത ചവിട്ടിയമർച്ചപ്പെടുന്നുവോ അവിടെ മനുഷ്യത്വത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ബഹുതലങ്ങളിലേക്ക് വികസ്വരമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഓരോ രക്തസാക്ഷിത്വവും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കുമ്പാരക്കുരിയിലെ ഇവിടെ ചെരിച്ചു കിടത്തി മനോരമയെ കൊണ്ട് ഫോട്ടോയും എടുപ്പിച്ച് ഏറ്റുമുട്ടൽ കൊലപാതകത്തിന്റെ വാർത്ത 1970 ഫെബ്രുവരി 19 കൊടുത്ത അധികാരികളെ നിങ്ങൾക്ക് ഇനിയും ഉറക്കമില്ല എന്ന് നിങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു അവസരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പോരാട്ടങ്ങൾ തുടരും. ജനതയുടെ
ഇന്നും അവമാനിക്കപ്പെടുന്ന അവമതിക്കപ്പെടുന്ന കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒരു നാട്ടിൽ ഇന്നും കൂലിപ്പണിക്കാരായ അടിമകളെ പോലെ പണിയെടുക്കുന്ന ആദിവാസികളുടെ ഒരു സാക്ഷ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ പോരാട്ടങ്ങളെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ചെങ്കൊടി കൂടുതൽ ഉയർത്തി പാടി പറപ്പിക്കുന്നത് ചെയ്യും. അതുവരെ വിപ്ലവകാരികൾക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് വിശ്രമമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ.